നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം. ദേവസ്വം ബോർഡ് അംഗം അജികുമാറിന്റെ കായംകുളത്തെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. അഞ്ചലിൽ സ്കൂൾ ബസ് മറിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആനന്ദഭവൻ സെൻട്രൽ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ ഇളമ്പൽ സ്വാഗതം ജംഗ്ഷനിലായിരുന്നു അപകടം. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം. കോട്ടയത്തിനും ചിങ്ങവനത്തിനും ഇടയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് നിയന്ത്രണം. 11, 12 തീയതികളിലാണ് നിയന്ത്രണം. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം. ദേവസ്വം ബോർഡ് അംഗം അജികുമാറിന്റെ കായംകുളത്തെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ദേവസ്വം ബോർഡ് അംഗം അജികുമാറിന്റെ കായംകുളത്തെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ച് വീടിന് സമീപം പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു ഉദ്ഘാടനം ചെയ്തു. കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദമെന്നും സർക്കാരിനും ദേവസ്വം ബോർഡിനും ഇക്കാര്യത്തിൽ കൃത്യമായ പങ്കുണ്ടെന്നും അരിത ബാബു ആരോപിച്ചു. ദേവസ്വം ബോർഡിന്റെയോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല, മറിച്ച് ഈ സംസ്ഥാനം ഭരിക്കുന്ന LDF ഗവൺമെന്റ് ഉൾപ്പെടെ ഈ മന്ത്രിസഭ ഉൾപ്പെടെയുള്ള ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃത്യമായി ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളത് കൃത്യമായ ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രതിഷേധവുമായിട്ട് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. 20ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, കായംകുളം. സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം. അഞ്ചൽ ആനന്ദഭവൻ സെൻട്രൽ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അസുരമംഗലം പള്ളിക്കുന്നിൻപുറം റോഡിന്റെ അരികിൽ കിടന്ന മരക്കുറ്റിയിൽ തട്ടിയാണ് ബസ് മറിഞ്ഞത്. ഇന്ന് രാവിലെയാണ് അഞ്ചൽ ചൂരക്കുളത്തുള്ള ആനന്ദ് ഭവൻ സെൻട്രൽ സ്കൂളിന്റെ ബസ് കുട്ടികളുമായി സ്കൂളിലേക്ക് പോകുമ്പോൾ അപകടത്തിൽപ്പെട്ടത്. അസുരമംഗലം പള്ളിക്കുന്നിൻപുറം റോഡിന്റെ അരികിൽ കിടന്ന മരക്കുറ്റിയിൽ തട്ടിയാണ് ബസ് മറിഞ്ഞത്. ഈ റബ്ബർ മുറിച്ചതിന്റെ കുറ്റികൾ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. അതിപ്പം പോച്ച കയറി നമുക്ക് കാണാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഞാൻ രണ്ടു വട്ടം ആ പുള്ളിയെടുത്ത് പറഞ്ഞതാണ്, ഇവിടെ പണിക്കാരെടുത്ത് പറഞ്ഞതാണ്, ഇത് മാറ്റണം അല്ലെ ഒരു സൈഡിൽ മാറ്റിയിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വന്ന വഴിക്ക് വെയിലിനട്ട് കയറി തട്ടി വണ്ടി കടവ് ഒടിഞ്ഞ് കയ്യാൽപ്പുറത്ത് കയറി ഉള്ളൂ. പിള്ളേർക്കൊന്നും അധികം കുഴപ്പമൊന്നുമില്ല. എല്ലാവരെയും നമ്മൾ അന്നേരം പുറത്തിറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 27 കുട്ടികൾ ബസ്സിലുണ്ടായിരുന്നു. കുട്ടികൾക്ക് നിസ്സാരമായ പരിക്കുണ്ട്. പരിക്കേറ്റവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ഡ്രൈവർ പറയുന്നു തെറ്റ് നിയന്ത്രണം വിട്ട് വണ്ടി ഇങ്ങ് കയറി ഇവിടെ നിന്ന് മറിഞ്ഞായിരുന്നു. കുട്ടികൾക്കൊന്നും വലിയ പ്രശ്നമില്ല, ചെറിയ സാരമായ കുഴപ്പങ്ങളൊക്കെ ഉള്ളൂ. എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. റോഡിന്റെ ഇരുവശങ്ങളിലും കിടക്കുന്ന മരക്കുറ്റികൾ സ്ഥലത്ത് വലിയ രീതിയിൽ അപകട ഭീഷണി ഉയർത്തുകയാണ്. ഒരു വണ്ടി വന്ന മറ്റൊരു വണ്ടിക്ക് ഒന്നിനെ ഇടിച്ചിട്ടുണ്ട ആ ആൾ അവിടെ കിടക്കണമെന്ന് നാറിയതിന് ശേഷം അറിയത്തുള്ളൂ. ഇപ്പൊ സംഭവിച്ച അവിടെ നിന്ന് വന്നത് ഈ ഒരു വേരിൽ തട്ടിയ എന്റെ കുഞ്ഞ് ഇത് 10 ചവിട് വണ്ടി വന്നതേ ഉള്ളൂ. 2 സൈഡും കുറ്റിയ ഈ കാടും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
കുണ്ടറയിൽ ബസിന് പിന്നിൽ ലോറിയിടിച്ച് അപകടം 3 പേർക്ക് പരിക്ക്. കൊല്ലം തേനി ദേശീയപാതയിൽ കാഞ്ഞിരക്കോട് ക്രിസ്തുരാജ് മുക്കിന് സമീപമായിരുന്നു അപകടം. ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി ബൈക്കിലും ബസിന് പിന്നിലും ഇടിക്കുകയായിരുന്നു. ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി ബൈക്കിലും ബസിന് പിന്നിലും ഇടിച്ചാണ് 3 പേർക്ക് പരിക്കേറ്റത്. പടിഞ്ഞാറേക്കല്ലട സ്വദേശി വിജി, ചിറ്റുമല സ്വദേശി കൃഷ്ണൻകുട്ടി, പേരയം സ്വദേശി അജികുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 8:30ഓടെയായിരുന്നു അപകടം. കൊല്ലം തേനി ദേശീയപാതയിൽ കാഞ്ഞിരക്കോട് ക്രിസ്തുരാജ് മുക്കിന് സമീപമാണ് അപകടമുണ്ടായത്. കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ബസ് യാത്രക്കാരെ ഇറക്കാനായി നിർത്തിയപ്പോഴാണ് കല്ലട ഭാഗത്തു നിന്ന് വന്ന ലോറി ബസിന് പിന്നിലിടിച്ചത്. കുണ്ടറ ഭാഗത്തേക്ക് വന്ന ബൈക്ക് യാത്രക്കാരനും ഇതിനിടയിൽപ്പെട്ടു. പരിക്കേറ്റവരെ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ദേശീയപാതയിൽ ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ ഇളമ്പൽ സ്വാഗതം ജംഗ്ഷനിലായിരുന്നു അപകടം. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ ഇളമ്പൽ സ്വാഗതം ജംഗ്ഷനിലാണ് ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇളമ്പൽ സ്വദേശി രാജേഷിനും യാത്രക്കാരായ 2 സ്ത്രീകൾക്കും സാരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പിക്കപ്പ് കുന്നിക്കോട് നിന്നും പുനലൂർ ഭാഗത്തേക്കും ഓട്ടോറിക്ഷ എതിർദിശയിലേക്കുമാണ് വന്നത്. പിക്കപ്പിന്റെ വലതുഭാഗത്തെ മുന്നിലുള്ള ടയർ പൊട്ടിയതാണ് അപകട കാരണമായി പറയുന്നത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. പുനലൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയും പോലീസും എത്തി തുടർ നടപടികൾ സ്വീകരിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 60കാരിക്ക് നേരെ അക്രമം. ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിൽ. പന്മന മേക്കാട് സ്വദേശി ഉമേഷാണ് ചവറ പോലീസിന്റെ പിടിയിലായത്. കണ്ണൂരിൽ നിന്നാണ് ഇയാൾ അറസ്റ്റിലായത്. 60കാരിക്ക് നേരെ ബലാത്സംഗ ശ്രമം നടത്തിയ ശേഷം ഒളിവിൽ കഴിഞ്ഞു വന്ന പ്രതിയെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പന്മന മേക്കാട് രഞ്ജിത്ത് ഭവനിൽ ഉമേഷാണ് ചവറ പോലീസിന്റെ പിടിയിലായത്. ഇയാൾക്കെതിരെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം നടപടികൾ സ്വീകരിച്ചു. ഒളിവിൽ പോയ ഇയാൾക്കായുള്ള തെരച്ചിൽ നടത്തിവരുന്നതിനിടയിൽ കരുനാഗപ്പള്ളി ACPയുടെ ചുമതല വഹിക്കുന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് ACP ബിനു ശ്രീധറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം നടത്തിയ നീക്കത്തിലൂടെയാണ് കണ്ണൂർ പുതിയങ്ങാടിയിൽ നിന്നും ഇയാളെ പിടികൂടിയത്. ചവറ പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാജിമോന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. പുനലൂർ മുക്കടവ് ആളുകീറാമലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവം പോലീസിന്റെയും സർക്കാരിന്റെയും ഗുരുതര വീഴ്ചയെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നും അവർ ആവശ്യപ്പെട്ടു. പുനലൂർ മുക്കടവ് ആളുകേറാമലയിൽ അജ്ഞാതനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ട് 2 ആഴ്ച പിന്നിടുമ്പോഴും കൊല്ലപ്പെട്ടത് ആരാണെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പോലീസിന്റെയും സർക്കാരിന്റെയും ഗുരുതര വീഴ്ചയാണിതെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ പറഞ്ഞു. 2 ആഴ്ചയോളമായി നിരവധി തെളിവെടുപ്പുകൾ നടന്നിട്ടുണ്ടെങ്കിലും കൊല്ലപ്പെട്ടത് ആരാണെന്നും കൊലപാതകി ആരാണെന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നടപടി ആവശ്യപ്പെട്ട് നിരവധി സമരങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും നടന്നിട്ടും അന്വേഷണത്തിന് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് പുനലൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ട് ബിന്ദു കൃഷ്ണ ആവശ്യപ്പെട്ടു. നിലവിലെ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിലാണ് വിവിധ പ്രതിഷേധങ്ങളും സമരപരിപാടികളും പുനലൂരിൽ സംഘടിപ്പിച്ചു വരുന്നത്. അതിഭീകരമായ നിലയിലാണ് മൃതദേഹം കണ്ടത്. അതിനാൽ കൊലപാതകത്തെ ഗൗരവമായി കാണണമെന്നും നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ചവറ കൊറ്റംകുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഡയറി ക്ലബ്ബ് ആരംഭിച്ചത്. പാലുൽപ്പന്ന നിർമ്മാണവും പ്രദർശനവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ചവറ കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തത്. ക്ഷീരവികസന വകുപ്പ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അമ്മയുടെ ശാരീരിക ശേഷി കുറഞ്ഞപ്പോൾ ഞങ്ങളുടെ ശാരീരിക ശേഷി വർദ്ധിച്ചു. ഞങ്ങളാരും നോക്കില്ല എന്നാണ്. നമ്മുടെ തലമുറ, പുതിയ തലമുറ വരുമ്പോഴത്തേക്ക് നമുക്കിത് ഒരു അന്യം നിൽക്കുന്ന പ്രവൃത്തിയായിരുന്നു. എരുത്തിൽ പശു, ആട് അങ്ങനെയുള്ള വീട്ടിൽ ജീവിക്കുന്ന നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന ഇത്തരം ജന്തുക്കളെ, അതുപോലുള്ള
എന്താ പറയുക, അതുപോലുള്ള നമ്മുടെ ഉപകാരപ്രദമായ ജന്തുക്കളെ നമ്മൾ സ്വീകരിക്കുന്നില്ല, അവരെ നിരാകരിക്കുന്നില്ല. പിന്നെ വേറൊരു കാരണം കൂടിയുണ്ട്. പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ വീട്ടിലെത്തുകയും നമ്മുടെ വീട്ടിൽ ഓടി നമുക്ക് ഏറ്റവും ജോലി ചെയ്യാൻ നമ്മുടെ വീട്ടിലേക്ക് എത്തിയ സംവിധാനം ഒരുക്കിയപ്പോൾ പ്രയാസങ്ങളെ നമ്മൾ മാറ്റിവെച്ചു. പ്രയാസങ്ങളെ മാറ്റിവെച്ച സൗകര്യങ്ങളെ നമ്മൾ നേരിട്ടെടുത്തു. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളെ മാറ്റി നമ്മുടെ ശാസ്ത്രം വികസിച്ചപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ നേരിട്ടെടുത്തു. അതിന്റെ ഭാഗമായി നമ്മുടെ സംസ്കാരത്തിൽ കുറേയധികം മാറ്റങ്ങൾ. അപ്പൊ ശാസ്ത്രം വളരുമ്പോൾ സൗകര്യങ്ങളെ സ്വീകരിക്കണം, പുതിയ പുതിയ മാർഗങ്ങളെ സ്വീകരിക്കണം. അതെല്ലാം മനുഷ്യന് വേണ്ടിയുള്ളതാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ സംസ്കാരത്തിൽ അന്തർലീനമായിരിക്കുന്ന സൗഭാഗ്യങ്ങളെ നമ്മൾ വഴിയിൽ ഉപേക്ഷിക്കും. ഇത്തരം സംസ്കാരത്തെ ഉപേക്ഷിച്ചപ്പെടുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഈ പ്രയാസം ഉണ്ടായത്. ആ പ്രയാസത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ കൃഷിയോടുള്ള പ്രതിബദ്ധത നഷ്ടം. ഓണം പോലും ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. മലയാളി ഏറ്റവും അധികം സന്തോഷത്തോടെ മതവ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്ന ഉത്സാഹപൂർണ്ണമായ ഓണമാണ്. അത് വിളവെടുപ്പ് ഉത്സവമാണ്. PTA പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഖ നായർ പദ്ധതി വിശദീകരണം നടത്തി. പ്രിൻസിപ്പൽ എസ് മായാദേവി സ്വാഗതം പറഞ്ഞു. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് I ജയലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രതീഷ്, പട്ടത്താനം ക്ഷീരസംഘം പ്രസിഡന്റ് കുറ്റിയിൽ സലാം, SMC ചെയർമാൻ S പ്രസന്നകുമാർ, മദർ PTA പ്രസിഡന്റ് ദിവ്യാകൃഷ്ണൻ, പ്രിൻസിപ്പൽ P രജിമോൾ, പ്രഥമാധ്യാപിക A സുലത, KL സജീവ് കുമാർ, RB ശൈലേഷ് കുമാർ, P ബിന്ദു, CP ജയലക്ഷ്മി, MB ഷൈജ, S ഉഷാകുമാരി, R അമൽ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷീരമേഖലയും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തിൽ ചവറ ക്ഷീരവികസന വകുപ്പ് ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരായ ഷേർലി മാത്യു, S പ്രീത എന്നിവർ ക്ലാസ് എടുത്തു. പാലുൽപ്പന്ന നിർമ്മാണവും പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. ചവറ ക്ഷീരവികസന ഓഫീസർ G സന്തോഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. ഭിന്നശേഷി കുട്ടികൾക്കായി നടത്തുന്ന ദിവ്യാംഗ് കലാമേളയും ദിവ്യാംഗ് സംരക്ഷണ ശ്രേഷ്ഠ പുരസ്കാര വിതരണവും 22-23 തീയതികളിൽ നടക്കും. കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 15ഓളം സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നും 2 BRCകളിൽ നിന്നുമായി 500-ലധികം കുട്ടികൾ കലാമേളയിൽ പങ്കെടുക്കും. പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കായി നടത്തുന്ന ദിവ്യാംഗ കലാമേളയും ദിവ്യാംഗ സംരക്ഷണ ശ്രേഷ്ഠ പുരസ്കാര വിതരണവും ഒക്ടോബർ 22-23 തീയതികളിൽ നടക്കും. കായംകുളം TA കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം ഇന്ന് കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. എന്നാൽ ആ കുഞ്ഞുങ്ങളെ കുടുംബത്തിനൊരു ഭാരമായി വരാതിരിക്കുവാൻ അവരുടെ കഴിവ് എന്താണ് എന്ന് കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരുവാനുള്ള ഒരു പരിശ്രമമാണ് പത്തനാപുരം ഗാന്ധിഭവന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലയിൽപ്പെട്ട 15ഓളം ഭിന്നശേഷി വിദ്യാലയങ്ങളിലെ കുഞ്ഞുങ്ങളെ ഒന്നിച്ചുകൊണ്ടുവന്ന് അവരുടെ കഴിവുകൾ അവതരിപ്പിക്കുവാനുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തു വരുന്നത്. 15ഓളം സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നും 2 BRCകളിൽ നിന്നുമായി 500-ലധികം കുട്ടികൾ കലാമേളയിൽ പങ്കെടുക്കും. ദിവ്യാംഗ് സുരക്ഷാ ശ്രേഷ്ഠ പുരസ്കാരം സബർമതി സ്പെഷ്യൽ സ്കൂൾ രക്ഷാധികാരി രമേശ് ചെന്നിത്തല MLAക്ക് മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സമ്മാനിക്കും. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലിത്ത, പാളയം ജുമാ മസ്ജിദ് ഇമാം ഡോക്ടർ VP ഷുഹൈബ് മൗലവി, ശുഭാനന്ദാശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗീതാനന്ദ, അഡ്വക്കേറ്റ് U പ്രതിഭ MLA, ചലച്ചിത്ര നാടക നടൻ പ്രമോദ് വെളിയനാട് എന്നിവർ മുഖ്യാതിഥികളാകും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലിത്ത, ജനറൽ കൺവീനർ മുഹമ്മദ് ഷമീർ എന്നിവർ പങ്കെടുത്തു. ഒരാഴ്ചത്തെ പരിപാടിയായിട്ട് നടത്തപ്പെടുകയാണ്. അത് ഭിന്നശേഷി വാരാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്ടോബർ 17-ാം തീയതി മരിയധാരിയൻ കേന്ദ്രത്തിൽ വച്ച് ബഹുമാനപ്പെട്ട മന്ത്രി R ബിന്ദു അത് ഉദ്ഘാടനം ചെയ്യുന്നു. ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്ക് നടത്തുന്ന ദിവ്യാംഗ് കലാമേളയും ദിവ്യാംഗ് സംരക്ഷണ ശ്രേഷ്ഠ പുരസ്കാര വിതരണവും ഒക്ടോബർ മാസം 22-23 തീയതികളിൽ കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം. പന്മന വടക്കുംതല SPPM ഹൈസ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ന്യൂട്രീഷൻ ഗാർഡനിംഗ്, റീസൈക്ലിംഗ് എക്സിബിഷൻ എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. വടക്കുംതല SVPM HS-ലാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പോഷൺ അഭിയാൻ, ന്യൂട്രീഷൻ ഗാർഡനിംഗ്, റീസൈക്ലിംഗ് എക്സിബിഷൻ എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു.
പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ഉദ്ഘാടനം ചെയ്തു. പോഷകാഹാരത്തിന്റെ കാര്യം പറയുവാനാണെങ്കിൽ ഇന്ന് സർക്കാർ സ്കൂളുകളെല്ലാം തന്നെയും അംഗനവാടി മുതൽ നമുക്ക് നല്ല രീതിയിലുള്ള പോഷകാഹാരങ്ങളാണ് ലഭ്യമാകുന്നത്. പിന്നെ നമ്മുടെ നാളത്തെ തലമുറയിലെ നല്ല വ്യക്തിത്വങ്ങളായി വളരാൻ വേണ്ടി എല്ലാവരെയും ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ നാളത്തെ നല്ല വ്യക്തിത്വങ്ങളായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് PTA പ്രസിഡന്റ് എസ് രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപകൻ MA അബ്ദുൾ ഷുക്കൂർ സ്വാഗതം പറഞ്ഞു. ചവറ NMO K ഗോപകുമാർ ന്യൂട്രീഷൻ ഗാർഡനിങ്ങും സ്കൂൾ മാനേജർ S മുരളീധരൻ പിള്ള റീസൈക്കിൾ എക്സിബിഷനും ഉദ്ഘാടനം ചെയ്തു. 45 സ്കൂളുകളിൽ ഇപ്പോൾ പച്ചക്കറി തോട്ടങ്ങളുണ്ട്. ചെറുതും വലുതുമായ അടുക്കള പച്ചക്കറി തോട്ടങ്ങൾ. നിരവധി സ്കൂളുകൾ വിളവെടുപ്പ് തുടങ്ങി. നമ്മുടെ ഇവിടെയും ആദ്യത്തെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞു. രണ്ടാം ഘട്ടമെന്ന രീതിയിലാണ് ഇപ്പോൾ വീണ്ടും പച്ചക്കറി തോട്ടം തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഇത്രയും വലിയ സ്കൂളിലൊക്കെ പച്ചക്കറി നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടത്തില്ല. എങ്കിലും നമ്മുടെ പച്ചക്കറി കൃഷി, ഈ കാർഷിക സംസ്കാരം കുട്ടികളിലേക്ക് വളർത്തുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് സ്കൂൾ ന്യൂട്രീഷൻ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കൂൾ ന്യൂട്രീഷൻ ഗാർഡന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. വാർഡംഗം മല്ലയിൽ അബ്ദുൾ സമദ്, സ്റ്റാഫ് സെക്രട്ടറി TC ഗിരീഷ്, മദർ PTA പ്രസിഡന്റ് ഹസീന മോൾ, പ്രോഗ്രാം കോർഡിനേറ്റർ A റസീന തുടങ്ങിയവർ പങ്കെടുത്തു. പോഷക സമ്പുഷ്ടമായ വിവിധതരം ആഹാരങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ചവറ. പടിഞ്ഞാറേക്കല്ലടയിൽ വയോജന കലാമേള നടത്തി. താളവും മേളവും എന്ന പേരിലാണ് കലാമേള സംഘടിപ്പിച്ചത്. കലാകായിക മത്സരങ്ങൾ, സമ്മാന വിതരണം, ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്തിൽ താളവും മേളവും എന്ന പേരിലാണ് വയോജന കലാമേള നടത്തിയത്. വയോജന കമ്മീഷൻ അധ്യക്ഷൻ K സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒരു അച്ഛൻ, 4 പേര് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരു കുടുംബത്തിലെ അച്ഛൻ വന്നിട്ട് ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ച അനുഭവമുണ്ട്. പിന്നെ നമ്മൾ പരിഹരിച്ചതിൻ്റെ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. ഒട്ടേറെ അതിലേക്കൊന്നും പോകുന്നില്ല. 5 വർഷം കൊണ്ട് ഒരുപാട് സിനിമ കഥകൾ അല്ലെങ്കിൽ സിനിമ കാണുന്നതിനേക്കാളും അനുഭവങ്ങൾ ഞങ്ങൾക്കെല്ലാം പ്രസിഡന്റിൽ കൂടുതൽ അനുഭവങ്ങൾ എനിക്ക് ഈ അവസരത്തിൽ ലഭിച്ചിട്ടുണ്ട്. അത് വൃദ്ധരുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഇപ്പോഴും അത് തുടരുകയാണ്. ഇപ്പോൾ 5-ാം വാർഡിൽ തന്നെ 1-4 ആളുകൾ അനാഥ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ ഉപയോഗിക്കുക. ആൺമക്കളുള്ള 2-3 ആൺമക്കളുള്ള ഒരാൾ ഒരിക്കൽ ഓച്ചറയിൽ പോകാൻ എൻ്റെ കത്ത് വാങ്ങിച്ചുകൊണ്ടുപോയി അവർ താമസിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അവിടെ കഴിയുന്നില്ല. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നു. ഇപ്പോൾ വീട്ടിലേക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല. പക്ഷെ മക്കൾ നോക്കുകയില്ല. വൈസ് പ്രസിഡന്റ് എൽസുധ, അംഗങ്ങളായ J അംബികാകുമാരി, K സുധീർ, ഓമനക്കുട്ടൻപിള്ള, ശിവാനന്ദൻ, സെക്രട്ടറി T ദിലീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V രതീഷ്, ICDS സൂപ്പർവൈസർ ശ്രീലേഖ, ശങ്കരപ്പിള്ള, ഗിരീഷൻ എന്നിവർ പങ്കെടുത്തു. കലാകായിക മത്സരങ്ങളും ഇതോടനുബന്ധിച്ച് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ സമ്മാന വിതരണം നിർവഹിച്ചു. K സോമപ്രസാദിനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. ഭീതിയിൽ പ്രദേശവാസികൾ. കോയിവിള ശങ്കരമംഗലം പാതയോട് ചേർന്നാണ് കുളം. 15 അടി താഴ്ചയുള്ള കുളത്തിന്റെ തെക്കുവശത്തെ സംരക്ഷണ ഭിത്തി തകർന്ന് റോഡിടിഞ്ഞ് കുളത്തിലേക്ക് വീണ നിലയിലാണ്. കുളത്തിന്റെ വശങ്ങളിൽ കാട് കയറിയതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. കുളത്തിന്റെ കിഴക്കേ സൈഡ് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്, തെക്കേ സൈഡ് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയം വണ്ടികൾ ഇതിലെ പോയാൽ പരിചയമില്ലാത്തവർ വന്നാൽ കുളത്തിൽ പോയത് തന്നെ. ചവറ കോയിക്കൽക്കുളം വട്ടത്തറ റോഡാണ് അപകട ഭീതിയിലുള്ളത്. കുളത്തിന്റെ തെക്കുവശത്ത് കുളത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് റോഡിടിഞ്ഞ് കുളത്തിലേക്ക് പതിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയില്ല. കുട്ടികളടക്കം ഒട്ടേറെ പേർ ഇതുവഴി നടന്നു പോകുന്നതാണ്. അപകടം വരുന്ന ഭാഗത്ത് ഇത് വേലി കെട്ടിയിട്ടില്ല. അപകടമില്ലാത്ത ഭാഗത്താണ് വേലി കെട്ടിയിരിക്കുന്നത്. തെക്കേശവും കിഴക്കേശവും ഇടിഞ്ഞു കിടക്കുക, കാട് കയറി കിടക്കുക. തൊഴിലുറപ്പുകാർ ഇത് കാട് വെട്ടി കഴിക്കാതെ അയ്യത്ത് വല്ലവരുടെ അയ്യത്ത് വെട്ടി വൃത്തിയായിട്ടില്ല. ഈ കാട്ടിനകത്ത് കിടന്നാൽ ആരും അറിയത്തതുമില്ല. ഇത് യാദൃശ്യമായി കണ്ടതാണ്. ഭയങ്കര അപകട മേഖലയാണ് ഇവിടെ. ഒരു വണ്ടി വന്നാൽ അറിയാൻ വയ്യാത്ത ഒരു വണ്ടി ഓടിച്ചു വന്നാൽ ഈ കുളത്തിനകത്ത് കിടക്കും. വാഹനങ്ങളും അപകട ഭീതിയിലാണ്. ഇവിടം കാട് കയറി കിടക്കുന്നതിനാൽ പലർക്കും റോഡ് ഇടിഞ്ഞ ഭാഗം ശ്രദ്ധയിൽപ്പെടില്ല. റോഡിൽ മുന്നറിയിപ്പ് ബോർഡ് നേരത്തെ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇത് ആരോ മാറ്റി മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. 15 അടി താഴ്ചയുണ്ട് കുളത്തിന്. മഴ പെയ്ത് കുളത്തിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. കോയിവിള ശങ്കരമംഗലം പാതയോട് ചേർന്നാണ് കുളം. ഇതിന് സമീപവും പടിഞ്ഞാറ് ഭാഗത്തും ഉയർന്ന സംരക്ഷണ വേലി നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു ഭാഗങ്ങളിൽ പലയിടത്തും സംരക്ഷണ ഭിത്തികൾ തകർന്ന അവസ്ഥയിലാണ്. ഏതു നിമിഷവും പൂർണ്ണമായും റോഡ് വെള്ളത്തിൽ പതിക്കാൻ സാധ്യതയാണെന്ന് നാട്ടുകാരും പറയുന്നു. കുളത്തിന്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് കാടുകയറിയത് വൃത്തിയാക്കണമെന്ന ആവശ്യവും ശക്തമാണ്.
ഈ കുളത്തിൽ പിന്നെ മാലിന്യം തള്ളാതിരിക്കാനാണ് വേലി കെട്ടിയത്. ഇപ്പോൾ ഈ തെക്കേ സൈഡും കിഴക്കേ സൈഡും തുറന്നു കിടക്കുന്നതുകൊണ്ട് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്ലാസ്റ്റിക് കവറിൻ്റെ കൂമ്പാരമായി പോയി കുളം. ഇറച്ചി വേസ്റ്റ്, കോഴി വേസ്റ്റ് ഇതെല്ലാം കൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാമറ വെക്കാൻ പറഞ്ഞാൽ ആരും കേട്ടിട്ടില്ല. പഞ്ചായത്തും ഇല്ല, വകുപ്പും ഇല്ല, ഒന്നും കേൾക്കത്തില്ല. ന്യൂസ് ബ്യൂറോ, ചവറ. ഓച്ചിറയിൽ പന്നിശല്യം രൂക്ഷം. ഓച്ചിറ കിഴക്ക് ഞക്കനാൽ 6-ാം വാർഡിലാണ് പന്നിശല്യം രൂക്ഷമാകുന്നത്. രാത്രികാലങ്ങളിലാണ് പന്നികൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീണ്ടും ഞക്കനാൽ പ്രദേശത്ത് പന്നി ഇറങ്ങി. പന്നികൾ കൂട്ടമായി ഇറങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ കാൽനട യാത്രികരും ഇരുചക്രവാഹന യാത്രികരും ഭീതിയിലാണ്. പന്നികൾ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും ഇവിടെ പതിവാണ്. ഓച്ചിറ കിഴക്ക് ഞക്കനാൽ 6-ാം വാർഡിലാണ് പന്നിശല്യം രൂക്ഷമായിരിക്കുന്നത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം. കോട്ടയത്തിനും ചിങ്ങവനത്തിനും ഇടയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് നിയന്ത്രണം. 11-12 തീയതികളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അറ്റകുറ്റപ്പണി കാരണം ചില ട്രെയിനുകൾ വഴിതിരിച്ചുവിടുമെന്നും ചിലത് ഭാഗികമായി റദ്ദാക്കിയതായും ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ഒക്ടോബർ 11-ന് തിരുവനന്തപുരം നോർത്ത് SMVT ബംഗളൂരു ഹസംഫർ എക്സ്പ്രസ് ആലപ്പുഴ വഴി തിരിച്ചുവിടും. ആലപ്പുഴ എറണാകുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും. കന്യാകുമാരി ദി ബ്രുഗഡ് വിവേക് എക്സ്പ്രസ് ആലപ്പുഴ വഴി തിരിച്ചുവിടും. ആലപ്പുഴ എറണാകുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിലും സ്റ്റോപ്പ് ഉണ്ടാകും. തിരുവനന്തപുരം സെൻട്രൽ മധുര അമൃത എക്സ്പ്രസ് ആലപ്പുഴ വഴിയാകും സർവീസ് നടത്തുക. ഹരിപ്പാട് അമ്പലപ്പുഴ, ആലപ്പുഴ ചേർത്തല എറണാകുളം ജംഗ്ഷൻ എന്നീ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് ഉണ്ടാകും. തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ആലപ്പുഴ വഴി തിരിച്ചുവിടും. കോട്ടയത്തിനും ചിങ്ങവനത്തിനും ഇടയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 11-12 തീയതികളിലാണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം. ദേവസ്വം ബോർഡ് അംഗം അജികുമാറിന്റെ കായംകുളത്തെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. അഞ്ചലിൽ സ്കൂൾ ബസ് മറിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആനന്ദഭവൻ സെൻട്രൽ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ ഇളമ്പൽ സ്വാഗതം ജംഗ്ഷനിലായിരുന്നു അപകടം. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം. കോട്ടയത്തിനും ചിങ്ങവനത്തിനും ഇടയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് നിയന്ത്രണം. 11-12 തീയതികളിലാണ് നിയന്ത്രണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.